പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുകയാണെന്നതിന്റെ സൂചനകൾ. നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എത്ര കഠിനമായി ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ലെന്ന്? തടസ്സങ്ങൾ, ഹൃദയവേദനകൾ, മാനസികമായ തളർച്ച, പെട്ടെന്ന് ജീവിതത്തിന് മുമ്പത്തേക്കാൾ ഭാരം കൂടുന്നതുപോലെ. ജ്യോതിഷപ്രകാരം ഇതൊരിക്കലും ഒരു ശിക്ഷയല്ല, പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുകയാണെന്നതിന്റെ സൂചനകളാണ്. ഒന്നാമത്തെ അടയാളം: എല്ലാ കാര്യങ്ങളും വൈകാൻ തുടങ്ങുന്നു. ജോലികൾ നീണ്ടുപോകുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു, പദ്ധതികളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. ജ്യോതിഷത്തിൽ ഇത് പലപ്പോഴും ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അച്ചടക്കത്തിന്റെയും കർമ്മഫലത്തിന്റെയും ഗ്രഹം. ശനി ഒന്നിനെയും എന്നേക്കുമായി നിഷേധിക്കുന്നില്ല, അതാദ്യം നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ അടയാളം: ഒരേ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. വ്യത്യസ്തരായ മനുഷ്യർ, പക്ഷേ ഒരേ വേദന. വ്യത്യസ്ത സാഹചര്യങ്ങൾ, പക്ഷേ ഒരേ പാഠം. രാഹുവും കേതുവും ഉൾപ്പെടുന്ന കർമ്മചക്രങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. നിങ്ങൾ എവിടെയാണ് മാറേണ്ടതെന്ന് തിരിച്ചറിയുന്നതുവരെ പ്രപഞ്ചം ആ പാഠങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ അടയാളം: പെട്ടെന്ന് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആൾക്കൂട്ടങ്ങൾ നിങ്ങൾക്കിഷ്ടമല്ലാതാകുന്നു. നിങ്ങൾ കൂടുതൽ നിശബ്ദത ആഗ്രഹിക്കുന്നു, കൂടുതൽ ഏകാന്തത തേടുന്നു. ശക്തമായ കേതുദശകളിൽ ഇത് സംഭവിക്കാറുണ്ട്. ജ്യോതിഷം പറയുന്നത് ഈ ഒറ്റപ്പെടൽ എല്ലായ്പ്പോഴും വെറും ഏകാന്തതയല്ല എന്നാണ്. ചിലപ്പോൾ അതൊരു ആത്മീയമായ തയ്യാറെടുപ്പാണ്. നാലാമത്തെ അടയാളം: പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ. ബന്ധങ്ങൾ അവസാനിക്കുന്നു, സൗഹൃദങ്ങളില്ലാതാകുന്നു, അവസരങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. വേദനയുണ്ടാക്കാം, തീർച്ചയായും. പക്ഷെ നിങ്ങളുടെ ഭാവിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളെ മാറ്റാനാണ് ഇത്തരം വേർപിരിയലുകൾ സംഭവിക്കുന്നതെന്ന് ജ്യോതിഷം വിശ്വസിക്കുന്നു. അവസാനമായി, നിങ്ങൾ വൈകാരികമായി അതീവ സെൻസിറ്റീവായി മാറുന്നു. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ വേദനിപ്പിക്കുന്നു. നിങ്ങളുടെ ഉൾവിളി, ഇൻറ്റ്യൂഷൻ ശക്തമാകുന്നു. ഉള്ളിലിവിടെ എവിടെയോ എന്തോ മാറാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇത് വലിയൊരു പരിവർത്തനത്തിന്റെ, ട്രാൻസ്ഫോർമേഷന്റെ തുടക്കമാണെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ജീവിതം ഇപ്പോൾ കഠിനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രപഞ്ചം നിങ്ങളെ തകർക്കുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തുള്ള ഒരാളായി നിങ്ങളെ പുനർനിർമ്മിക്കുകയാണ്. പരിഹാരങ്ങൾക്കും ആത്മീയമായ വഴികൾക്കുമായി താഴെ റെമഡി എന്ന് കമന്റ് ചെയ്യൂ.